ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ് ഇന്നത്തെ. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഫസ്റ്റ് ട്രേഡ് കിട്ടിയത് 50 പോയിന്റ് ഫുൾ ടാർഗറ്റാണ് നിഫ്റ്റിയിൽ വന്നത്. സെൻസസിൽ നമുക്ക് റെഡ് ക്യാറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതാണ് ഒരു കാരണം ഉണ്ടായിരുന്നത് അവിടെ. അതർവൈസ് അതൊരു 100-120 പോയിന്റ് പോയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം സംസാരിക്കാം. സെൻസസ് റെഡ് ക്യാനിൽ വന്നിട്ടില്ലേ. അപ്പോൾ പിന്നെ റെഡ് ക്യാനിൽ എന്താണെന്ന് ചിന്തിക്കണവർ നമ്മുടെ കണ്ടീഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് റെഡ് ക്യാൻഡിൽ. ആ റെഡ് ക്യാൻഡിൽ ഞാൻ പറയുന്ന ഒരു ഏരിയയിൽ വന്നാലാണത് എടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ഇത്തിരി ലോസ് ആവാൻ സാധ്യതകളുണ്ട്. ഫസ്റ്റ് ടൈം കാണുന്നവർ റെഡ് ക്യാൻഡിനെ കുറിച്ച് ഞാൻ എന്താണ് ഇങ്ങനെ മെയിനായിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 200% റെഡ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കുമ്പോൾ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ലെവൽസിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി ലെവൽ ഇതൊക്കെയാണ്. നമുക്ക് ബാക്കി ചാർട്ടിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്ട്രൈക്ക് ചാർട്ടാണ് ഫുൾ ടൈം ഫോളോ ചെയ്യണത്. സ്പോട്ട് ചാർട്ട് ബേസിലല്ല ഞാൻ ട്രേഡ് പിക്ക് ചെയ്യണത്. സ്ട്രൈക്കിൽ വരുന്ന മാറ്റങ്ങൾ, പ്രത്യേക ഏരിയകൾ, അവിടെയൊക്കെയാണ് ട്രേഡ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഓരോ മേഖലകളിലാണ് നിങ്ങൾക്ക് ട്രേഡ് പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങളും സ്ട്രൈക്ക് ചാർട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് 26-200 ഈ ചാർട്ടാണ്, ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ആ ചാർട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് 55-100 രൂപയാണ്. ഇത് നമുക്ക് രാവിലെ പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ഒരു ട്രേഡാണ്, ഫസ്റ്റത്തെ ട്രേഡാണത്. നിഫ്റ്റിയുടെ ഒപ്പം ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽ വരുന്നത് ഇവിടെയാണ്. അത് ലിമിറ്റ് പ്രൈസിൽ നിന്ന് ഒരു 30 പോയിന്റ് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഗ്രസീവായിട്ടുള്ള എൻട്രി ആണ്, എടുക്കാൻ പറ്റില്ല എന്നല്ല, അഗ്രസീവാണ്. നിങ്ങൾ ഇടുന്ന സെല്ല് കുറച്ച് കൂട്ടി ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യണക്കാൻ പറ്റാൻ ചെയ്യേണ്ടിരിക്കണതാണ്. മനസ്സിലായത്? നമ്മൾ എസ് എൽ കൂട്ടുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ഇതെന്തായാലും നിങ്ങൾക്ക് ഒരു 800 എസ് എൽ വരും ഒരു ലോട്ടിൽ. എസ് എൽ ഡബിൾ കക്കി കഴിഞ്ഞാൽ 1600 ഒരു ലോട്ടിൽ എസ് എൽ പോകും. അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ എസ് എൽ കൂടുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കറക്റ്റ് ലിമിറ്റിലേക്ക് എസ് എൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം. അത് അടിച്ച് 100-ലൊരു 90% ചാൻസ് ഉണ്ട്. അഗ്രസീവ് എൻട്രി ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 10-100 പോയിന്റ് പോയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് തന്ന, അല്ലെങ്കിൽ അടിപൊളി പ്രോഫിറ്റിക്ക് പോയിട്ടുള്ള ഫസ്റ്റത്തെ ട്രേഡ് ഇതാണ്. ഇത് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഒക്കെ ഫസ്റ്റ് കിട്ടിയ ട്രേഡ് ഇതാണ്. നിഫ്റ്റി 26,000 ബി കറക്റ്റായിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ലോസിങ് കൂടെ വന്നിട്ടുണ്ട് 9:22. അതിനുശേഷമാണ് കണ്ടിന്യൂ ഒരു നല്ലൊരു റണ്ണ് കിട്ടിയത് പി സൈഡിലേക്ക്. ഒരു 10-12-15 ഉള്ളിൽ നിങ്ങൾ 50 പോയിന്റ് പ്രോഫിറ്റിലാണ് നിഫ്റ്റിയിൽ. 50 പോയിന്റ് ചെറുതല്ല കേട്ടോ ഒരിക്കലും. 10 പോയിന്റ് അടിച്ചാൽ കഴിഞ്ഞാൽ 750 രൂപ പോവും, അല്ലെങ്കിൽ കിട്ടും. അവിടെയാണ് 50 പോയിന്റ് കിട്ടണത്. അപ്പോൾ ചെറിയ പോയിന്റ് അല്ല. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് സ്ട്രൈക്ക് ചാർട്ടിലാണ്. നിങ്ങൾക്ക് സ്ട്രൈക്കിൽ ഈസി ആയിട്ടൊക്കെ ഈ പ്രൈസുകളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക. നമ്മുടെ കോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ പൊസിഷൻ ട്രേഡാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ടെലിഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായി, പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് ഈ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം തൊട്ടിരിക്കുന്ന ആൾക്കാർ, പുതിയ ആൾക്കാരല്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇനിയും നിങ്ങൾക്ക് സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്താണേലും നമ്മളിവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, കോഴ്സ് പഠിക്കണവർക്ക് കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 26,000 സിയിലാണ് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് 9 പോയിന്റാണ്. പിന്നെ അത് കോസ്റ്റ് അടിച്ച് പോവുക ചെയ്യണത്. ഈ ട്രേഡിൽ 2 സിനാരിയോ നടക്കുക. 1 ലോട്ട് എടുക്കുന്നവർക്ക് കോസ്റ്റ്, ഇനിയിപ്പോൾ 2 ലോട്ട് എടുക്കുന്നവർക്ക് ബ്രോക്കറേജ് പോണ രീതിയിലുള്ള ഒരു എസ് എൽ. മനസ്സിലായാലും പ്രോഫിറ്റ് വന്ന് പിന്നെ ബ്രോക്കറേജ് പോയി, അത്രയുള്ള കാര്യം. അതിൽ ലോസിൻ്റെ ആവശ്യമില്ല. ഇനി വേറെ ട്രേഡ് സെയിം പ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് എസ് എൽ ആണ്. സെയിം പ്രൈസിൻ്റെ 3ാമത് എൻട്രി വന്നിട്ടുണ്ട്. അത് ഒരു 25 പോയിന്റ് പോയിട്ടുണ്ട്, 25-23 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ട്രേഡിങ് വളരെ ഈസിയാണ്. അത് നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ പ്രോഫിറ്റ്. ഒരു മെത്തേഡില്ല. നമുക്ക് വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-7 ട്രേഡ് 1:1 കിട്ടും എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനിത് നിങ്ങളോടും പറയണത്. മനസ്സിലായാലും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയണത്. 10-7 ട്രേഡ് എങ്ങനെയും നിങ്ങളുടെ ഒപ്പം നിൽക്കും. ഒരു 10 പോയിന്റ് നിഫ്റ്റിയിൽ എന്തായാലും കിട്ടും. അപ്പോൾ നമ്മളൊരു മെത്തേഡ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. കുറേ മെത്തേഡുകൾ
ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളോട് മുമ്പിലേക്ക് വെക്കണ കാര്യം ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡ്സാണ്. ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ നിഫ്റ്റി ട്രേഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. സെൻസസ്, ബാങ്ക് നിഫ്റ്റി, ക്രൂഡ് ഓയിലൊക്കെ വരുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അതൊന്നും നമ്മൾ കാണുന്നില്ല. അതെന്ന് വെച്ചിട്ട് അത് വേറെയാണ് ഇത് വേറെയാണെന്നല്ല, മെത്തേഡ് ഓഫ് യൂസിങ് അത് സെയിം ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിലും സെയിം മെത്തേഡ് സെയിം ഫോർമാറ്റ് തന്നെയാണ്. നിങ്ങൾ ഏത് ഇന്ത്യൻ മാർക്കറ്റിലെ ഏത് സ്ട്രൈക്കിൽ കൊണ്ട് ഇത് അപ്ലൈ ചെയ്താലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് DM ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്തേക്ക്. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടായാലും ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ നമുക്കത് കിട്ടും താല്പര്യമുള്ളവർ. അപ്പോൾ അതിലും ജോയിൻ ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.